ഹായ് സുരിഫിയച്ച്, ഒരു സാധാരണ സിനിമാ പ്രൈമറി ഫിലിം റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം. അൽതാഫ് സലീം രചനയും സംവിധാനവും നിർവഹിച്ച ഓടും കുതിര ചാടും കുതിര, സ്റ്റാറിംഗ് ഫഹദ് ഫാസിലും കല്യാണി പ്രിയദർശനും രേവതി പിള്ളയും ലാലും വിനയ് ഫോർട്ടും അങ്ങനെ കുറച്ചുപേർ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് പറയുന്ന ഒരു ക്ഷീണം തോന്നുന്നുണ്ടെങ്കിൽ അത് പടം കണ്ടതിൻ്റെ ഒരു ക്ഷീണമാണ്. അതായത് ഇവരുദ്ദേശിക്കുന്നത് ഈ സിനിമയിൽ കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായില്ല. ഇതിപ്പോൾ എൻ്റെ കോഗ്നിറ്റീവ് എബിലിറ്റീസിൻ്റെ കുറവാണോ, അല്ലെങ്കിൽ ആ പടം കറക്റ്റായിട്ടത് കൺവേ ചെയ്തിട്ടാണോ എന്ന് എനിക്ക് മനസ്സിലായില്ല. സത്യത്തോടെ പറയുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ എനിക്ക് ക്ലിയർ അല്ല. അവരെന്തോ ഉദ്ദേശിച്ചത്, എന്താണ് കാണിക്കാൻ ഉദ്ദേശിച്ചത് എന്നൊക്കെ. ഇതിൽ ഓടും കുതിര ചാടും കുതിര എന്ന് പറയുന്നത് മനസ്സിനെ കുറിച്ചാണെന്നാണ് എൻ്റെ ഒരു അസംഷൻ. മനസ്സാണ് ഇതിലെ ഓടും കുതിര ചാടും കുതിര എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അങ്ങനെ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഒന്ന് പറയൂ എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയെന്നുള്ളത്. ഇതിൻ്റെ അകത്ത് ഒരു ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു ട്രിഗർ വാർണിംഗ് തരാം. കാരണം ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളാണെങ്കിലും സിനിമയെക്കുറിച്ചുള്ള കാര്യങ്ങളാണെങ്കിലും ഒരു പക്ഷേ ഈ സിനിമയ്ക്ക് തന്നെ ഒരു ട്രിഗർ വാർണിംഗ് ആവശ്യം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ കണ്ടില്ല ഇവിടെ അങ്ങനെ എഴുതി കാണിച്ചായിട്ട്. ഒരു ട്രിഗർ വാർണിംഗ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു. കാരണം എന്തായാലും ഈ വീഡിയോ ഞാൻ ട്രിഗർ വാർണിംഗ് തരികയാണ്. സൂസൈഡ് അറ്റംപ്റ്റ്സ്, മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. സിനിമയിൽ അതൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എളുപ്പം ട്രിഗേർഡ് ആവുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ ട്രിഗേർഡ് ആവുന്ന ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോ കാണരുത്. അതുമാത്രമല്ല, ഈ സിനിമയ്ക്കും ഞാൻ അങ്ങനെ ഒരു ട്രിഗർ വാർണിംഗ് കാണാൻ പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് തരുന്നു. അത് അത്യാവശ്യമാണെന്ന് തോന്നുന്നു. കാരണം ഇതിൻ്റെ അകത്ത് ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇതിൻ്റെ അകത്ത് ഈ സൂയിസൈഡ്സ് ആയാലും സൂയിസൈഡ് അറ്റംപ്റ്റ്സ് ആയാലും ഒക്കെ, സ്പെസിഫിക്കലി സൂയിസൈഡ് അറ്റംപ്റ്റ്സ്, അതൊക്കെ വളരെ കാഷ്വലായിട്ടാണ് കാണിക്കുന്നത്, കോമിക്കലായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായില്ല. കാരണം ഇനി ഒരു മനഃപൂർവ്വം ഇങ്ങനെ കാണിക്കുന്നതാണോ, അതായത് ഒരു കോമിക്കൽ ടേക്ക് ഓൺ ഡിപ്രഷൻ അല്ലെങ്കിൽ കോമിക്കൽ ടേക്ക് ഓൺ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ്, അതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതും എഫക്റ്റീവ് ആയില്ല. അതും ഇറ്റ് വർക്ക് ഔട്ട്. അതായത് അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. കാരണം അൽതാഫ് സലീം എന്താണ് ഉദ്ദേശിച്ചത് മനസ്സിലായില്ല. അൽതാഫ് സലീമിൻ്റെ നേരത്തെ പടം, അത് ആദ്യത്തെ പടം, ഡയറക്റ്റ് ചെയ്ത ആദ്യത്തെ പടം, അൽതാഫ് സലീം അദ്ദേഹവും ജോർജ് കോരിയും കൂടെ ചേർന്ന് എഴുതിയ പടം ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേള ആയിരുന്നു. അപ്പോൾ അതിൻ്റെ തീം എന്ന് പറഞ്ഞാൽ ക്യാൻസറാണ്. ക്യാൻസർ സംശയങ്ങൾ അല്ലെങ്കിൽ ക്യാൻസർ വരുന്ന ഒരാളുടെ ഫാമിലിയുടെ കഥയാണ്. ഇത് കണക്ക് ഇത് ഒരു എന്താ പറയുക, മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിലൂടെ കടന്നു പോകുന്ന, അല്ലെങ്കിൽ പോസ്റ്റ് ട്രോമാറ്റിക് സിൻഡ്രോംസിലൂടെ കടന്നു പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഫാമിലി. ഒന്നാമത്തെ കാര്യം, ഞാനിത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ദാറ്റ്സ് നോട്ട് എൻ ഇഷ്യൂ, അത് കുഴപ്പമില്ല. കാരണം ഞാൻ പൊതുവെ ട്രെയിലേഴ്സ് കാണാറില്ല, പൊതുവെ പ്രോമോ വീഡിയോസും അങ്ങനെ കാണാറില്ല. അതുകൊണ്ട് ദിസ് വാസ് ടോട്ടലി അൺഎക്സ്പെക്റ്റഡ്. പക്ഷേ അത് പ്രശ്നമല്ല. കാര്യം ഞാൻ എല്ലാ പടങ്ങളും ഏകദേശം അങ്ങനെയാണ് കാണുന്നത്. പോസ്റ്റർ മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. അപ്പോൾ ഇതൊരു ഓണം റിലീസാണ്, ഓണാഘോഷത്തിൻ്റെ ഇടയിലാണ് വരുന്നത്, അങ്ങനത്തെ ഒരു മൂഡിൽ ഇറങ്ങുന്ന സിനിമയാണെന്ന് എനിക്ക് തോന്നിയത്. കാരണം പോസ്റ്റർ കണ്ടപ്പോഴും എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയത്. പക്ഷേ ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. ഇപ്പം നമ്മളിപ്പം അങ്ങനെ പ്രതീക്ഷിച്ച് പോയിട്ട് നമ്മൾ കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങുന്നത്, കുഴപ്പമില്ല. ഇപ്പം അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഡിസ്റ്റർബ്ഡ് എന്ന് വെച്ചല്ല, അങ്ങനെയല്ല. അതെ, നമ്മൾ ഇമോഷണലായിട്ടാണ് ഇറങ്ങുന്നത്. ഇപ്പം ഒരു സന്തോഷമായ പടം ആഗ്രഹിച്ചു പോയി, പക്ഷെ അതൊരു സെൻറ്റിമെൻ്റൽ പടം, ഇമോഷണൽ പടമായിരുന്നു. നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് സങ്കടമാണ് തോന്നുന്നതെങ്കിൽ ദാറ്റ്സ് ഓക്കെ. എഫക്റ്റീവായാൽ മതി സിനിമ. ഈ സിനിമ എഫക്റ്റീവായിട്ട് തോന്നിയില്ല. ഈ സിനിമ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചാണെങ്കിൽ അത് എഡ്യൂക്കേഷനായിട്ട് തോന്നിയില്ല. എഡ്യൂക്കേഷനിലും അല്ല, എൻലൈറ്റനിങ്ങും അല്ല, എൻ്റർടൈനിങ്ങും ആയിട്ട് തോന്നിയില്ല. മൊത്തത്തിലൊരു തമാശ രൂപേണയാണ് എല്ലാം കാണിക്കുന്നത്. പക്ഷെ അപ്പോഴും എന്താ പറയുക, ഒരു വ്യക്തതയില്ല. കാരണം എനിക്ക് തന്നെ സിനിമയെ പറ്റി എന്ത് പറയണമെന്ന് അറിയാൻ പറ്റുന്നില്ല. കാരണം അങ്ങനത്തെ ഒരു വ്യക്തത ഇല്ലാത്ത, ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ഒരു വേർ ഡു ദേ വോണ്ട് ടു സ്റ്റാൻഡ് എന്നുള്ളൊരു സംഭവം ക്ലിയർ ആയില്ല. അൽതാഫ് സലീം എന്താണ് ഉദ്ദേശിച്ചതെന്ന് അൽതാഫ് സലീമിന് മാത്രമേ അറിയത്തുള്ളൂ. ഒരു പക്ഷേ ഒരു കാണി എന്ന നിലയിൽ, ഒരു ഓഡിയൻസ് എന്ന നിലയിൽ പറയുകയാണെങ്കിൽ ഭയങ്കര ഡിസ്റ്റർബിങ് ആയിരുന്നു, ഡിപ്രസിങ് ആയിരുന്നു. ഇനിയിപ്പോൾ അവർ പറയുകയാണെങ്കിൽ ഞങ്ങൾ അത് തന്നെയാണ് ഉദ്ദേശിച്ചതെന്ന് പറയുകയാണെങ്കിൽ, അങ്ങനെയാണോ ഇങ്ങനൊരു വിഷയം ഇറക്കേണ്ടതെന്നൊരു ചോദ്യം വരും. അങ്ങനെ എന്തുകൊണ്ട് അങ്ങനെ? അപ്പോൾ അതിന് നമുക്ക് എന്തെങ്കിലും ടേക്ക് അവേ വേണമല്ലോ. ഞാൻ പറഞ്ഞു നേരത്തെ, ഒന്നെങ്കിൽ അത് എൻലൈറ്റനിങ് ആയിരിക്കണം, അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ആയിരിക്കണം, അല്ലെങ്കിൽ നമുക്കത് ഇമോഷണലി കണക്റ്റ് ആവണം. ഇമോഷണലി നമുക്കൊരു വൈകാരികമായിട്ടൊരു ബന്ധം തോന്നണം ഈ ക്യാരക്ടേഴ്സിനോടോ,
ഇതൊന്നും തോന്നിയില്ല. ഉം, ലാലാണ് ഫഹദ് ഫാസിലിൻ്റെ ക്യാരക്ടറിൻ്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്നത്, എബിയുടെ അച്ഛനായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ലാലിൻ്റെ ക്യാരക്ടർ എന്ന് വെച്ചാൽ അത് പറയുന്നത് മെൻ്റൽ ഹെൽത്ത് ഡിസോർഡർ ഉള്ള ഒരാൾ ഒരാളായിട്ടാണ് കാണിക്കുന്നത്, അതായത് ഭാര്യയുടെ മരണത്തിന് ശേഷം. ഉം, പക്ഷെ ഈ പുള്ളിക്കാരനും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സൂയിസൈഡ് അറ്റംപ്റ്റ്സ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അത് പിന്നെ വീണ്ടും ഇതേ കണക്ക് തന്നെ ഒരു അത് നമുക്ക് എന്ത് ഇമോഷനാണ് അതിൽ നിന്ന് ഉണ്ടാവേണ്ടത് ക്ലിയർ ആയില്ല. അത് കണ്ട് ചിരിക്കണമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി അങ്ങനെ ആണെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാ. അതാ പറഞ്ഞത്, എന്താണ് അവർ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് നമ്മൾ എന്താണ് കാണേണ്ടത് പറഞ്ഞുകൂടാ. ഇപ്പം ഒരാൾ തൂങ്ങി മരിക്കാൻ പോകാൻ നോക്കുന്നത് ഒരിക്കലും എനിക്കത് ചിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇനിയിപ്പം നിങ്ങൾ അതാ ഉദ്ദേശിച്ചെങ്കിൽ നോ, ദാറ്റ്സ് നോട്ട് ദ വേ ടു ഗോ അബൌട്ട് എന്ന് എനിക്ക് തോന്നുന്നു. പടത്തിൽ എനിക്ക് ഒരേ ഒരു കാര്യം മാത്രമേ ഇഷ്ടപ്പെട്ടുള്ളൂ. അതിൻ്റെ അകത്ത് ഒരു പർട്ടിക്കുലർ സീനാണ്. അതായത് ഒരു വാർത്ത അറിഞ്ഞിട്ട് രേവതി പിള്ളയുടെ ക്യാരക്ടർ രേവതി ഒരു വാർത്ത അറിഞ്ഞിട്ട് തിരിഞ്ഞ് നടന്ന് ലിഫ്റ്റിൽ കയറി ലിഫ്റ്റ് അടഞ്ഞ് മേപ്പോട്ട് എത്തി അവരുടെ വീട്ടിൽ ഒരു ഫ്ലാറ്റിൽ കയറി ഇരിക്കുന്ന ഒരു സീനുണ്ട്. അത് അതിമനോഹരമായിട്ട് ഷൂട്ട് ചെയ്തതായിട്ടും എഡിറ്റ് ചെയ്തതായിട്ടും തോന്നി. ആ ഒരു ഐഡിയ ഗംഭീരമായാണ് തോന്നി, നല്ലൊരു എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതല്ലാതെ വേറൊരു കാര്യവും എനിക്കങ്ങനെ നല്ലൊരു കാര്യമായിട്ട് ഓർമ്മയിൽ നിൽക്കുന്ന ഒരു കാര്യമായിട്ട് തോന്നിയില്ല ഈ പടത്തിൽ, അൺഫോർച്ചുനേറ്റ്ലി. ഞാനും ഒരു മെൻ്റൽ ഹെൽത്ത് എക്സ്പേർട്ടൊന്നുമല്ല. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ, ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും പ്രോബ്ലമാറ്റിക്കുള്ള കാര്യങ്ങൾ കാണാം. അതുകൊണ്ട് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, അപ്പോളജീസ് ഇൻ അഡ്വാൻസ്. അപ്പോൾ അതുകൊണ്ട് ഇതാരും ഒരു ഗൈഡൻസ് ആയിട്ടോ അല്ലെങ്കിൽ എക്സ്പേർട്ട് ഒപ്പീനിയൻ ആയിട്ടോ ഒന്നും എടുക്കരുത്. അങ്ങനെ ഓബിയസ്ലി എടുക്കാൻ നമുക്ക് സാധ്യതയില്ല, അത് ഞാൻ പറഞ്ഞുകൊള്ളുന്നു. അപ്പോൾ ഇതിനകത്ത് ഫഹദ് ഫാസിലിൻ്റെ ഈ ട്രോമയ്ക്ക് മുമ്പുള്ള ക്യാരക്ടർ ആണെങ്കിലും എന്താണ് അങ്ങനത്തെ ഡയലോഗ് ഡെലിവറി എന്ന് മനസ്സിലായില്ല. അതായത് ഭയങ്കര ചൈൽഡിഷ് ആയിട്ടുള്ള ആക്ടിങ് ഫഹദ് ഫാസിൽ. ഞാനീ പറയുന്ന ആക്ടിങ്ങിനെ കുറിച്ചാണ്, പെർഫോമൻസിനെ കുറിച്ചാണ്, ക്യാരക്ടറിനെ കുറിച്ചല്ല. ആ ഒരു ആക്ടിങ് എന്തിനാണ് ടോട്ടലി ഓവർ ദ ടോപ്പാണ് ആ സിനിമ മുഴുവൻ, അങ്ങനെയാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ദാറ്റ്സ് ഓക്കെ. പക്ഷേ ദാറ്റ്സ് ഓക്കെ എന്ന് പറയുമ്പോഴേ അരോചകമാണത്, കാരണം ഇറ്റ്സ് നോട്ട് എഫക്റ്റീവ്. അതാണ് പ്രശ്നം. അതായത് ഫഹദ് ഫാസിലിൻ്റെ ഈ ട്രോമയ്ക്ക് മുമ്പുള്ള ഒരു ക്യാരക്ടർ ആണെങ്കിൽ പോലും ചൈൽഡിഷ് ആയിട്ട്, എല്ലാവരും ചൈൽഡിഷാണ്, ക്യാരക്ടേഴ്സ് എല്ലാം ചൈൽഡിഷായിട്ട് ആക്ട് ചെയ്ത് പെർഫോം ചെയ്യുന്നതും അവരുടെ ക്യാരക്ടേഴ്സും അങ്ങനെയാണ്. എന്തിനാണ് ഒരു ജില്ലയിലുള്ള എല്ലാവരും ഒരേ കണക്കുള്ള ആൾക്കാരും, അത് ഒന്നും ഒരു രീതിയിൽ കൺവിൻസിങ് അല്ല. അവർ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ രംഗണ്ണൻ എടുക്കുക, ആവേശ രംഗണ്ണൻ എടുക്കുകയാണെങ്കിൽ രംഗണ്ണൻ ഓക്കെ ഓവർ ദ ടോപ്പാണ്, നമ്മൾ സാധാരണ കാണുന്ന ഒരു ക്യാരക്ടർ അല്ല. പക്ഷെ ഓർത്ത് നോക്കി, ആവേശത്തിലെ എല്ലാ ക്യാരക്ടേഴ്സും ഒരേപോലെ ആണെങ്കിൽ എല്ലാവർക്കും രംഗണ്ണൻ്റെ സ്വഭാവം അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഇരിക്കും ആ പടം? അല്ലെങ്കിൽ ശാന്തൻ്റെ ക്യാരക്ടർ എടുക്കുക, ആവേശത്തിൽ എല്ലാവർക്കും ശാന്തൻ്റെ സ്വഭാവം അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഇരിക്കും ആ പടം? അതാണ് ഈ പടം, എല്ലാവർക്കും ഒരേ സ്വഭാവം. അതായത് അത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അത് ഈ ഇപ്പോൾ ഒന്നോ രണ്ടോ ക്യാരക്ടേഴ്സ് നമ്മൾ കഥയുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആൾക്കാരായിട്ടോ അല്ലെങ്കിൽ ന്യൂറോളജിക്കലി ഡൈവേർജൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഓക്കെ, ദാറ്റ് ഈസ് ഫൈൻ, ക്യാരക്ടേഴ്സ് ആർ ഫൈൻ. അത് ഒന്ന് രണ്ട് ക്യാരക്ടേഴ്സ് അല്ലെ, നിങ്ങൾ ക്യാരക്ടേഴ്സിന് അങ്ങനെയാണ് കാണിക്കുന്നെങ്കിൽ അങ്ങനെ. പക്ഷേ അങ്ങനെ അല്ലാത്തവരും ഈ അതായത് ഈ എല്ലാവർക്കും ഒരു ഒരേ സ്വഭാവം, എല്ലാവരും കോമാളിത്തരം കാണിക്കുന്നതിന് മനസ്സിലായില്ല, എല്ലാവരും കോമഡി പീസായിട്ട് കാണിക്കുന്നതിന് മനസ്സിലായില്ല. അതായത് ഞാൻ പറഞ്ഞ കാര്യങ്ങളെന്ന് വെച്ചാൽ വീണ്ടും പറഞ്ഞു വരുമ്പം ആൾക്കാർ തെറ്റിദ്ധരിച്ചെന്ന് വരാം. കാരണം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു 3, 4, 5 വർഷങ്ങളുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പടത്തിനെ കുറിച്ചാണ്. ഞാൻ പടത്തിലെ ക്യാരക്ടേഴ്സിനെ പറ്റിയാണ് പറയുന്നത്. അതായത് ഇപ്പം മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആൾക്കാർ ആണെങ്കിൽ തന്നെ അവർ എന്തിനാണ് ഒരു കോമഡി പീസായിട്ട് കാണിക്കുന്നത്? അല്ലെങ്കിൽ അങ്ങനത്തെ ഒരുപാട് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ഇഷ്യൂസ് ഉണ്ട്. അതല്ലാതെ തന്നെ ഈ പടം ഭയങ്കര അരോചകമാണ്. ഇനിയിപ്പോൾ നമ്മളെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും അല്ലെങ്കിൽ അങ്ങനത്തെ സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ്സ് മാറ്റി നിർത്തിയാൽ പോലും പടം ഒരു രീതിയിൽ കൺവിൻസിങ് അല്ല. 2 മണിക്കൂർ 30 മിനിറ്റ് ഉണ്ട് ഏകദേശം പടം. കാരണം അതിനേക്കാൾ നീളമുള്ള പോലെ തോന്നും. കാരണം കണ്ട് ക്ഷീണിച്ചാണ്. കാരണം നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം ഭയങ്കര ഡിസ്റ്റർബിങ് ആണ്, ഒന്നാമത്തെ കാര്യം. അതുകൂടാതെ ഡിപ്രസിങ് ആണ്. ഡിപ്രസിങ് എന്ന് പറയുമ്പം ഡിപ്രസിങ് എന്ന് കുറച്ചുകൂടെ കട്ടി വാക്കുകളാണ്. അത്രയ്ക്കൊന്നും ഇല്ലെങ്കിലും ഭയങ്കര സാഡനിങ് ആണ്. പക്ഷേ അതുകൊണ്ട് എന്ന് വെച്ചാൽ ഇമോഷണലി കിരീടം കണ്ട്
കണക്കോ ആകാശത്ത് കണ്ട കണക്കോ അത് കുഴപ്പമില്ല. നമുക്ക് ആ കണക്ഷൻ വരുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ ഇത് അങ്ങനെയുമല്ല. ഡിസ്റ്റർബിംഗ് ആണ്. നമ്മളൊന്നും ആ ക്യാരക്ടേഴ്സ് നമുക്ക് കണക്ഷൻ കിട്ടുന്നില്ല. നമുക്ക് ഒരു രീതിയിൽ അവരുമായിട്ട് എംപതൈസ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ എന്തൊക്കെയാണ് കാണിക്കുന്നത്, അതായത് ഈ അതിൽ കാണിക്കുന്ന കാര്യം കഥയുടെ രീതിയൊക്കെ എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലാകുന്നത് ഫഹദ് ഫാസിൽ ഭയങ്കര ഭയങ്കര അണ്ടർ പെർഫോമൻസ്, അതായത് ഓവർ ദ ടോപ്പ് പെർഫോം ചെയ്ത് അണ്ടർവെല്ലിംഗ് പെർഫോമൻസ് ആയി പോയാണ് കൈപ്പോയി. കാരണം ഫഹദ് ഫാസിലിന്റെ മോശം പ്രകടനങ്ങൾ ഒന്നായിട്ട് പറയേണ്ടി വരും. ഫഹദ് ഫാസിൽ എന്ന് വെച്ചാൽ മോശം സിനിമകളിൽ ഒന്നായിട്ട് പറയേണ്ടി വരും. ഫഹദ് ഫാസിനേക്കാൾ ഭേദമായിരുന്നു ധ്യാൻ ശ്രീനിവാസൻ. ഒന്ന് ഓർത്ത് നോക്കി, അങ്ങനെ പറയേണ്ടി വരുന്നൊരവസ്ഥ. അതായത് വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് ടു ധ്യാൻ. പക്ഷെ ഞാൻ പറയുന്നത് അപ്പോൾ പൊതുവേ പെർഫോമൻസ് കാറ്റഗറി വെച്ച് പെർഫോമൻസ് നമ്മൾ അളക്കുവാണെങ്കിൽ ഫഹദ് ആയിരുന്നല്ലോ എപ്പോഴും എല്ലാത്തിലും മുന്നിൽ. പക്ഷേ ഇത് കാണുമ്പോൾ ധ്യാൻ വാസ് ഓക്കെ എന്ന് തോന്നുന്ന രീതിയിലായിപ്പോയി. പടത്തിൻ്റെ അവസാനം ഹാപ്പി എൻഡിംഗ് ഒക്കെ തന്നെയാണ്. പക്ഷേ ഹാപ്പി എൻഡിംഗ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മൾ പടം കണ്ടിറക്കുന്നത് ടോട്ടലി കൺഫ്യൂസ്ഡ് ആയിട്ടാണ്, ഡിസ്റ്റർബ്ഡ് ആയിട്ടാണ്, ഡിപ്രസ്ഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഇവർ കാണിക്കുന്നത് എന്തോ അത് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായില്ല. ഇത് സ്വപ്നങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, സ്വപ്നങ്ങളെ കുറിച്ച് കാണിക്കുന്നുണ്ട്, സ്വപ്നങ്ങളുടെ ഒരു ലൂപ്പിനെ പറ്റി പറയുന്നുണ്ട്. അപ്പം അപ്പോൾ അതിലൂടെയൊക്കെ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ക്ലിയർ അല്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ സംഭവം. അതായത് വാട്ട് ഡിഡ് ദേ വാണ്ട് ടു കൺവേ എന്നുള്ളത് എനിക്കൊരു രീതിയിൽ മനസ്സിലാവുന്നില്ല. ഫോർ എക്സാമ്പിൾ അപ്പുറം, ദി അതർ സൈഡ് എന്നൊരു പടം. അപ്പോൾ അതിലും കാണിക്കുന്ന ആദ്യത്തെ ഭാഗങ്ങൾ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ആണ്. പിന്നെ കാണിക്കുന്ന കുറച്ച് ഫെമിനിസ്റ്റ് പോയിന്റ്സ് ഓഫ് വ്യൂ ഉള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അതിലെന്ന് വെച്ചാൽ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ആണെങ്കിലും അതിൻ്റെ അകത്ത് കാണിക്കുന്നത് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ഓഡിയൻസ് നിലയിൽ നമ്മൾ ട്രാപ്പ് ടൈപ്പ് പോകുന്നിടത്തൊക്കെ തോന്നുമെങ്കിലും അത് എഫക്റ്റീവാണ്. അവർ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വളരെ വളരെ ക്ലിയർ ആണ്. അതുകൊണ്ട് ഓക്കെ. പക്ഷെ ഇതിൽ അതൊരു ഉഗ്രം പടമാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ മനസ്സിൽ 5 സ്റ്റാർസ് കൊടുക്കുന്നൊരു പടമാണ് അപ്പുറം. ഞാൻ IFFK കണ്ട പടമാണ്. അപ്പോൾ എൻ്റെ ഷോർട്ട് റിവ്യൂവിൽ ഞാൻ 5 സ്റ്റാർസ് കൊടുത്തു എന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷേ ഈ ഓടുമുതല ചാടുമുതലയ്ക്കകത്ത് അവർ എന്താണ് നമ്മൾ ഓഡിയൻസ് നിലയിൽ നമ്മൾ എന്താണ് ടേക്ക് അവേ ചെയ്യേണ്ടത് എന്നുള്ളത് അവർ ക്ലിയർ ആയിട്ട് പറയുന്നില്ല. ഇനിയിപ്പം ഇറ്റ്സ് ഓപ്പൺ ഇൻ്റർപ്രിട്ടേഷൻ എന്നൊക്കെ പറയാൻ പോവുകയാണെങ്കിൽ നോ, ദിസ് നോട്ട് ദ വേ ടു ഗോ അബൌട്ട് എന്ന് വീണ്ടും പറയേണ്ടി വരും. 1 star out of 5 for Fahad Fasil's Odum Kudira, Chadum Kudira. Thanks for watching.